ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് ഡോപ്പമൈൻ ഡിറ്റോക്സ്. എഴുതിയത് തിബോ മോറിസ്. തിയററ്റിക്കൽ പാർട്സ് അടങ്ങിയ 6 ചാപ്റ്റേഴ്സും ആക്ഷൻ പ്ലാനുകൾ ഉൾക്കൊള്ളിച്ചൊരു 7ാമത്തെ ചാപ്റ്ററുമുള്ള ഈ പുസ്തകത്തിന്റെ ഒരു നട്ഷൽ വിവരമാണ് ഞാൻ ഈ ഓഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഓഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഡിസ്ക്ലൈമേഴ്സ്. ഇതിൽ ഓഥർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാക്സിമം ഉൾക്കൊള്ളിച്ച് ഒരു ചെറിയ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്ത ഒരാളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബട്ട് ഇതെല്ലാം കൺസിസ്റ്റന്റ് ആയി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ ഈ പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഓതേഴ്സിന്റെയോ അല്ലെങ്കിൽ കമ്പനികളുടെയോ ഒന്നും ഫോട്ടോയും ഡീറ്റെയിൽസും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്റെ പ്രധാന കാരണം ഇതേ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഇന്റർനെറ്റിൽ ഓപ്പൺ ലൂപ്പിലേക്ക് ഞാൻ അകപ്പെട്ടു പോകും എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഇതിലെ ടോപ്പിക് നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ഒരുപക്ഷെ ഈ പുസ്തകം വായിച്ച് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായി ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറയാവുന്നതുമാണ്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ ബുക്കിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങളുടെ ജോലികൾ മാറ്റിവെക്കുന്ന ഒരാളാണോ? നിങ്ങൾക്ക് എപ്പോഴും അശാന്തതയും അതുപോലെ ചെയ്യുന്ന ജോലിയിൽ ഫോക്കസ് ഇല്ലായ്മയും തോന്നാറുണ്ടോ? നിങ്ങളുടെ ലൈഫ് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ മടി കാണിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്കൊരു ഡോപ്പമൈൻ ഡിറ്റോക്സ് വേണം. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ടാസ്കുകൾ ശ്രദ്ധിക്കാതെ മറ്റു പല കാര്യങ്ങളിലുമാണ് നമ്മളെ ശ്രദ്ധ. അതിന് സ്റ്റിമുലൻസ് ആയി നമ്മുടെ ചുറ്റുപാടും കുറേ കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? നമ്മുടെ ലക്ഷ്യങ്ങൾ ഒരു വിരൽത്തുമ്പിലും ഒരു മൊബൈൽ സ്ക്രീനിനും നടുവിൽ സ്ലിപ്പായി പോവുകയാണ്. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവില്ലേ, ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വരുമാന മാർഗം കിട്ടും, അല്ലെങ്കിൽ ജോലിയിൽ നല്ല ഉയർച്ച കിട്ടും, ബട്ട് നിങ്ങളത് ചെയ്യില്ല. അതുപോലെ രാവിലെ എണീറ്റ ഉടൻ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ടോ? ഇൻസ്റ്റാ റീൽസ് നോക്കുക, വാട്സപ്പ് നോക്കുക. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട പല ടാസ്കുകളും നമ്മൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാണ്ട് തോന്നുക. സോ ഈ ശീലങ്ങളെല്ലാം നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിനുമിടയിലുള്ള മെന്റൽ ബാരിയേഴ്സ് ആണ്. ചാപ്റ്റർ 1. വാട്ട് ഈസ് ഡോപ്പമൈൻ? ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതിൻ്റെ ലക്ഷ്യം ആൻറ്റിസിപ്പേറ്റിംഗ് റിവാർഡ്സ്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്കൊരു റിവാർഡ് കിട്ടാനുള്ള ആഗ്രഹം ഉണ്ടാക്കുക. സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഡോപ്പമൈൻ ഈസ് നോട്ട് എ പ്ലഷർ കെമിക്കൽ. നമുക്ക് ആഗ്രഹമുള്ള ഒരു സാധനം കിട്ടുമ്പോൾ റിലീസാകുന്ന ഒരു കെമിക്കൽ അല്ല ഡോപ്പമൈൻ. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ആകുന്ന ഒരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ. നമുക്ക് സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞ് പിന്നീടും വീണ്ടും വീണ്ടും അത് തേടിപ്പോകുക. മനുഷ്യന്റെ പരിണാമകാലത്തിന്റെ ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോപ്പമൈൻ്റെ പ്രൈമറി റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻകറേജ് ചെയ്യലായിരുന്നു 2 കാര്യങ്ങൾക്ക് വേണ്ടി: റീപ്രൊഡക്ഷൻ ആൻഡ് സർവൈവൽ. ബട്ട് ഇന്ന് അതിന്റെ സ്വഭാവം മാറി. ഡോപ്പമൈൻ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് വേണം പറയാൻ. ചാപ്റ്റർ 2. ദ പ്രോബ്ലം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ തീർന്നു പോകുമ്പോഴോ നമ്മൾ വീണ്ടും വീണ്ടും അത് തേടിപ്പോകും. അതായത് നമുക്ക് അടുത്ത ഡോപ്പമൈൻ ഷോട്ടിനുള്ള സമയമായി. ഇത് തന്നെയാണ് പല അഡിക്ഷനും കാരണം. അതായത് നമ്മളിപ്പോൾ മദ്യപിക്കുന്ന ഒരാളാണ്, നമ്മൾ ആദ്യത്തെ ദിവസം ഒരു പെഗ് അടിച്ചു. സോ ഇതേ മദ്യപാനി അടുത്ത തവണ പെഗ് അടിക്കുന്ന ദിവസം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ടൈം അയാൾ മദ്യപിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പെഗിൽ പറ്റില്ല, 2 പെഗ് വേണ്ടി വരും. സോ 3ാമത്തെ ദിവസം ചിലപ്പോൾ 3 പെഗ് കിട്ടിയാലായിരിക്കും അദ്ദേഹത്തിന് പ്ലഷർ വരിക. അങ്ങനെ 4, 5 കൂടുതൽ അത് ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോൾ മദ്യപാനം മാത്രമല്ല, ഗാംബ്ലിംഗ്, സെക്സ്, ഷോപ്പിംഗ്, തോട്ട്സ്, വീഡിയോ ഗെയിംസ്, പിന്നെ ഓവറായിട്ടുള്ള ജിം വർക്കൗട്ട്. എന്തിന്? ചെയ്യുന്ന വർക്കിൽ തന്നെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഈ ഡോപ്പമൈനുമായി റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം ഇന്നത്തെ ഇന്റർനെറ്റ് യൂസേജിനെ കുറിച്ചാണ്. നമ്മൾ ഡോപ്പമൈൻ എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നത്? ഈ ലോകത്ത് കിട്ടാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു സ്കാർസ് അസറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോക്കസ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റേഴ്സ് ബില്യൺസ് ഓഫ് ഡോളറാണ് നിങ്ങളുടെ ഫോക്കസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് എന്നിലൊക്കെ നിങ്ങളെ പിടിച്ചു നിർത്തുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. അവരുടെ കീ പോയിന്റ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻസ്. നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ അലോ നോട്ടിഫിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോക്കസ് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കീ എന്ന് പറയുന്നത് ഈ നോട്ടിഫിക്കേഷൻസ് ആണ്. കാരണം ഈ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് ഒന്നുകൊണ്ട് മാത്രം എത്ര തവണ നിങ്ങൾ ആപ്പുകൾ കയറിയിട്ടുണ്ടാവും? കയറിയാൽ തന്നെ എത്ര നേരം അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? വർഷത്തിലൊരു 100 hours എങ്കിലും ഉണ്ടാവില്ലേ? കുറഞ്ഞാലേ അതിശയമുള്ളൂ. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് 2 കാര്യങ്ങളുണ്ട്. നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ് നമുക്ക് വേഗം കിട്ടുന്നുള്ളതാണ് പോസിറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെവർ എൻഡിങ് ആയിട്ടുള്ള ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്. പിന്നെ ഇതേ ഡോപ്പമൈനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടുള്ള വേറെ ഇൻഡസ്ട്രിയാണ് ഫുഡ് ഇൻഡസ്ട്രി. പണ്ട് നമ്മുടെ പൂർവികർ ഫുഡിന് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടന്നിരുന്നു. വീണ്ടും വീണ്ടും വേട്ടയാടാനൊക്കെ അവരെ പ്രേരിപ്പിച്ചത് ഇതേ ഡോപ്പമൈനായിരുന്നു. ബട്ട് ഇന്ന് അങ്ങനെയാണോ? കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടയ്ക്ക് ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറിയൊക്കെ അത്രയും ബൂമായിട്ടുള്ളൊരു സമയമാണിത്. നമ്മുടെ പൂർവികരെ സംബന്ധിച്ച് വിശപ്പായിരുന്നു അവരുടെ സ്റ്റിമുലൻറ്റ്. ബട്ട് ഇന്ന് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ PVR അങ്ങനെ വലിയ തിയേറ്ററിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്നാക്സിനൊക്കെ നല്ല റേറ്റ് കൂടുതലാണ്. നമ്മൾ കഴിക്കേണ്ടതെന്നൊക്കെ എത്ര വിചാരിച്ചു കഴിഞ്ഞാലും ഇൻ്റർവെല്ലിന് അവരൊരു ആഡ് കാണിക്കും.
അതായത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു എൻവയറമെന്റിൽ ആ ഫുഡിന്റെ ഓരോ ആംഗിളുള്ള ഫോട്ടോഗ്രാഫ്സും വീഡിയോ ഒക്കെ വെച്ചിട്ട്. സോ നമുക്കതൊരു സ്റ്റിമുലന്റ് ആണ്. നമ്മൾ പെട്ടെന്ന് പോയി അവിടെ പോയി കഴിക്കും. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റമാണ്. ഒരു ഫോക്കസ് ഇല്ലായ്മയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് തള്ളുന്നത് ബ്രെയിനിന്റെ ഈ റിവാർഡ് സിസ്റ്റം തന്നെയാണ്. ഡോപ്പമൈൻ്റെ ഓവർ സ്റ്റിമുലേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടേമിലേക്കുള്ള ചിന്തിക്കാനുള്ള കഴിവിനെ അത് സാരമായി ബാധിക്കും. എന്തിനും നമുക്കൊരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് എന്തൊരു കാര്യം പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാക്കും. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ പഠിക്കണ്ട, ഒന്ന് നെറ്റ്ഫ്ലിക്സ് പോയേക്കാം. അതുപോലെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണോ? വേണ്ട, സോഷ്യൽ മീഡിയയിൽ ഒന്ന് ചാറ്റ് ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന സന്തോഷങ്ങളിലേക്ക് മാത്രം നമ്മൾ അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആപ്പിൾ സിഇഒ എന്ന സ്റ്റീവ് ജോബ്സ് തന്റെ മക്കളെ ഫോൺ തൊടിക്കാറുണ്ടായിരുന്നില്ല. അതുപോലെ ഫോമർ സീനിയർ എക്സിക്യൂട്ടീവ് ഓഫ് ഫേസ്ബുക്ക് ആയിരുന്ന ചമത് പലാവിയാത്ത് പറയുന്നത് നമ്മുടെ ലോങ് ടേം ഗോളിന് വേണ്ടി ബ്രെയിനിനെ റീവയർ ചെയ്യണമെന്നാണ്. അതിനുവേണ്ടി നമ്മുടെ ഫോണിൽ നിന്നും എല്ലാ സോഷ്യൽ മീഡിയ ആപ്സും അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് ലൈക്കും കമന്റും കിട്ടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ പെട്ടെന്നൊരു മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ പെട്ടെന്ന് റിവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് അതിനെ പ്രോഗ്രാം ചെയ്യും. സോ എവിടെയും അതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് എക്സ്പെക്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാ റീൽസിൽ ഒരു ജിം വർക്കൗട്ട് വീഡിയോ കണ്ടു, ഒരാൾ 6 പാക്ക് ഉണ്ടാക്കിയ ഒരു വീഡിയോ കണ്ടു. നിങ്ങൾക്ക് തോന്നും ഞാനും പോയി 6 പാക്ക് ഉണ്ടാക്കും, ഇതൊക്കെ ഈസി ആണെന്ന് തോന്നും. ബട്ട് ഈ ലൂപ്പിലകപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും അതൊന്നും ചെയ്യാനും പറ്റില്ല. ഏതൊരു മേഖലയിലും സക്സസ് ആവാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നോട്ട് ടുഡേ ഓർ ടുമോറോ. അതുപോലെ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ് ആർട്ട് ഓഫ് കൺസിസ്റ്റൻസി.